ഹലോ മച്ചമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. പ്രിഡേറ്റർ ബാഡ്ലാൻഡ് എന്ന മൂവിയുടെ കഥ പറയുന്ന വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗമാണിത്. ആദ്യ ഭാഗം കാണാത്തവര് അതെന്തായാലും കണ്ടിട്ട് വരിക. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നേരെ ഈ സിനിമയുടെ രണ്ടാം ഭാഗത്തിലേക്ക് പോകാം. കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ എവിടെയാണ് നിർത്തിയത്? ഡെക്ക്, അതുപോലെ തന്നെ നമ്മുടെ ബഡ്, കൂടെ ഗെന്ന എന്ന ആ ഒരു പ്ലാനറ്റിലെ നാച്ചുറൽ ആയിട്ടുള്ള പല വെപ്പൺസും ഇതെടുത്തുകൊണ്ട് ഡെക്കും നമ്മുടെ ബഡും നേരെ പോകുന്നത് വെയ്ലാൻഡ് യൂട്ടാനി അവരുടെ ആ ഒരു ബേസിലേക്കാണ്. എന്തിനാ പോകുന്നത്? നമ്മുടെ തീയെ രക്ഷപ്പെടുത്താനായിട്ട്. ഇതേ നേരം തന്നെ തീയെ നോക്കുകയാണെങ്കിൽ അവളുടെ അരയുടെ താഴോട്ടൊന്നുമില്ല. അവൾ ഇപ്പോഴും ഒരു ഗ്ലാസ് ചേമ്പറിന്റെ ഉള്ളിൽ ഒരു ജയിൽ പുള്ളിയെ പോലെ പൂട്ടിയിട്ടിരിക്കുകയാണ്. കാവലിനായിട്ട് ഒരുപാടധികം സിന്തറ്റിക് റോബോട്ടുകളും ഉണ്ട്. ഈ ഭാഗത്തേക്ക് നൈസായിട്ട് നമ്മുടെ ഡെക്ക് വരികയാണ്. അവന്റെ കയ്യിൽ ഇപ്പോൾ ഗണ്ണോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാൽ അവന്റെ കയ്യിൽ ഷൂട്ടിംഗ് സ്നേക്ക് ഉണ്ട്. മറ്റേ ആ ഒരു സ്പ്രേ സ്നേക്ക് ഇല്ലേ, അത് തന്നെ. അതിനെ കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു റോബോട്ടിന്റെ ദേഹത്തേക്ക് സ്പ്രേ ചെയ്യിക്കുകയാണ്. അതിന്റെ ആ ഒരു മുള്ളെന്ന് വെച്ചാൽ വിഷം മാത്രമല്ല, ഒരു പ്രത്യേകതരം ആസിഡാണ്. ഈ സിന്തറ്റിക് റോബോട്ടിന്റെ ശരീരത്തെ മുഴുവനായിട്ടും ജസ്റ്റ് അതിന്റെ ആ ഒരു മുള്ളു വന്ന് തറച്ചപ്പോ തന്നെ അങ്ങോട്ട് ഇല്ലാണ്ടായി പോവാണ്, ഉരുകി പോവാണ്. ഇതേ നേരം തന്നെ തീയുടെ അരയുടെ താഴോട്ടുള്ള ആ കാലിന്റെ ഭാഗം അതിലൂടെ ഒരു ലക്ഷ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇത് കണ്ടപാട് തന്നെ അതിനെ പിടിക്കാനായിട്ട് സിന്തറ്റിക് റോബോട്ടുകൾ പോകുന്ന അതേ നേരം തന്നെ നമ്മുടെ ബഡും അതുപോലെ ഡെക്കും രണ്ടുപേരും വന്നിട്ട് ഈ റോബോട്ടുകളെയൊക്കെ അടിച്ച് പരത്തിയിടുന്നുണ്ട്. ഇതേ നേരം തന്നെ ടെസയെ കാണിക്കുകയാണ്. ഭൂമിയിലേക്ക് അവളൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. അതായത് അവര് തേടി വന്ന കെലിസ്കിനെ അവർക്ക് പിടിക്കാൻ പറ്റി. അധികം വൈകാതെ കെലിസ്കുമായിട്ട് ഭൂമിയിലേക്ക് വരുന്നതാണ്. ഈ കെലിസ്കിനെ എന്തിനാണ് മനുഷ്യർ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? കെലിസ്കിന്റെ ആ ഒരു റീജനറേറ്റിംഗ് കപ്പാസിറ്റി അതുപയോഗിച്ച് അതിന്റെ ആ ഒരു എബിലിറ്റി എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് മനുഷ്യനെടുക്കാൻ വേണ്ടി, പിന്നീട് മരണമില്ലാത്ത മനുഷ്യരാകാൻ വേണ്ടി, അതിനു വേണ്ടിയിട്ടാണ് ഹ്യൂമൻസ് ഇതിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്നത്. ഇതേ നേരം തന്നെ തീയുടെ ആ ഒരു കാലുണ്ടല്ലോ, അതിങ്ങനെ പതിയെ പതിയെ നടന്നു ചെന്ന് അവളുടെ തലയുടെ ഭാഗം പൂട്ടി വെച്ചിരിക്കുന്ന ആ ഗ്ലാസിന്റെ അവിടെ ഒരു കാവൽക്കാരനുണ്ടായിരുന്നു. അയാളെ ഒരുവിധം അടിച്ച് പിരിച്ചിട്ട് അവന്റെ കണ്ണ് തന്നെ ഉപയോഗിച്ച് ആ ലോക്കർ തുറന്ന് ഇപ്പൊ തീയുടെ ഉടലിന്റെ മുകൾ ഭാഗം പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. എന്നാൽ അതേ നേരം തന്നെ രണ്ട് ഗാർഡുകൾ വരുന്നുണ്ട്. ആ രണ്ട് ഗാർഡുകൾ ഒന്നിനെ ഇപ്പൊ നേരിടുന്നത് തീയുടെ കാലും, മറ്റേ ആളെ നേരിടുന്നത് തീയുടെ ഉടലിന്റെ മേൽഭാഗമാണ്. എന്തായാലും ഒരു ലോജിക് ഇല്ലാത്തതുപോലെ തോന്നുന്നുണ്ടല്ലേ? പക്ഷെ ഇതൊന്നും മനുഷ്യനല്ല, റോബോട്ടുകളാണ്. അവറ്റകൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാലോ. ഇതിനിടയിൽ നമ്മുടെ തീയെ രക്ഷപ്പെടുത്താനായിട്ട് ഡെക്കും അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. ഡെക്കിന്റെ മുഖത്ത് അവന്റെ ചേട്ടന്റെ ഒരു മുഖംമൂടിയല്ല ഇപ്പൊ ഉണ്ട്, മാസ്ക്. ഈ ഗ്യാപ്പിൽ ഡെക്കിനെ പിന്നിൽ നിന്നും അറ്റാക്ക് ചെയ്യാൻ വന്ന ഒരു റോബോട്ടിനെ നമ്മുടെ തീയെ തന്നെ വെടിവെച്ചിടുകയാണ്. ഇപ്പൊ ഡെക്ക് നോക്കുമ്പോൾ തീയ ഏകദേശം ഫുൾ രൂപത്തിലായിട്ടുണ്ട്. അതായത് അവളുടെ കാൽഭാഗവും അതുപോലെ തന്നെ അരയും തമ്മിൽ യോജിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഡെക്ക് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ തീയ ആകെ അത്ഭുതപ്പെട്ടു പോയി. അല്ല, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ഡെക്കിനോട് തീയ ചോദിച്ചപ്പോ ഡെക്ക് പറയാണ്, നീയല്ല പറഞ്ഞേ, ഭൂമിയിൽ കുറെ ചെന്നായ്ക്കളുണ്ട്. അവരുടെ ലീഡർ ആൽഫ അവരെപ്പോഴും പ്രൊട്ടക്ട് ചെയ്യുന്നു. ഞാനൊരു ആൽഫയാണ്, നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി വന്നേന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ തീയക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാണ്. ഇതേ നേരത്ത് തന്നെ ഇവരുടെ അരികിലേക്ക് കുറെ അധികം റോബോട്ടുകളുടെ കൈയും കാലും വന്ന് വീഴണം. പെട്ടെന്നായതുകൊണ്ടൊന്ന് പേടിച്ചുപോയി. നോക്കുമ്പോ എന്താ, നമ്മുടെ ബഡ് ഉണ്ടല്ലോ, അവനാണ് ഈ റോബോട്ടുകളൊക്കെ കടിച്ചു കീറി അവന്മാരുടെ കാലൊക്കെ പറിച്ചെടുത്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടത്. എന്തായാലും ഇനി അധിക നേരം ഇവിടെ നിൽക്കണ്ടെന്ന് തീയ പറയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. എന്നാൽ ഡെക്ക് പറയണ പറ്റില്ല, ഇപ്പൊ പോകാൻ പറ്റില്ല. ഒരാളെ കൂടി ഇവിടുന്ന് രക്ഷപ്പെടുത്താണ്ട് കെലിസ്ക്. ആ കെലിസ്ക് മറ്റാരുമല്ല, നമ്മുടെ ബഡിന്റെ അമ്മയാണ്. ഇത് കേട്ട് തീയും ഞെട്ടിപ്പോണ് കേട്ടോ. അതായത് ഇത്തിരി കുഞ്ഞിനായിട്ടുള്ള ബഡിന് അസാമാന്യ ശക്തി ഉണ്ടെന്ന് ഇവർക്ക് നേരത്തെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതിന്റെ കാരണം എന്താന്ന് ഇപ്പൊ മനസ്സിലായി. എന്തായാലും ഇവരൊരു പ്ലാൻ ഉണ്ടാക്കുകയാണ്. പെട്ടെന്ന് തന്നെ തീയ അവിടെ ഉണ്ടായിരുന്ന സൈറൻ മുഴക്കുന്നുണ്ട്. ഒരു ഭാഗത്തേക്ക് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ഒരു ഐഡിയ എടുത്തത്. ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ റോബോട്ടുകളും വെപ്പൺസ് എടുത്തുകൊണ്ട് നേരെ ഈ അലാറം കേട്ട ഭാഗത്തേക്ക് വരികയാണ്. അവിടെ നമ്മുടെ ഡെക്ക് നിലത്ത് കാലും മടക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അതും തിരിഞ്ഞിരിക്കുകയാണ്. അവൻ ചുമ്മാ ശാന്തനായിട്ട് അങ്ങനെ ഇരിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാൻ അവന്റെ കയ്യിൽ ഉണ്ടാവുമല്ലോ. ഉണ്ടായിരുന്നു. ഈ റോബോട്ടുകൾ വരുന്നതിന്റെ രണ്ട് ഭാഗത്തായിട്ട് ഒരുപാട് കണ്ടെയ്നേഴ്സ് ഉണ്ടായിരുന്നു. ഇതിന്റെ മുകളിലെല്ലാം മറ്റാ ഒരു എക്സ്പ്ലോസീവ് വോം ഉണ്ടല്ലോ, അവറ്റകളെ വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഡെക്കിന്റെ അടുത്തേക്ക് ആ റോബോട്ടുകൾ എത്താനായി എന്ന് മനസ്സിലായപ്പോ തന്നെ ഡെക്ക് അവന്റെ തോളിലുണ്ടായിരുന്ന ആ ഒരു സ്പ്രേ സ്നേക്ക് ഉണ്ടല്ലോ, അതിനോട് അതിന്റെ പല്ലുകൾ ഷൂട്ട് ചെയ്യാൻ പറയാണ്. അത് ഓരോന്നും ചെന്ന് ആ ഒരു എക്സ്പ്ലോസീവ് വോമിൽ തട്ടുന്ന സമയത്ത് അതങ്ങോട്ട് പൊട്ടിച്ചെതുകയാണ് കേട്ടോ. സോ അങ്ങോട്ടേക്ക് ഡെക്കിനെ അറ്റാക്ക് ചെയ്യാൻ വന്ന എല്ലാ സിന്തറ്റിക് റോബോട്ടും അതോടുകൂടിയിട്ട് നശിച്ചു പോവാണ്. എന്നാൽ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ടെസ എളുപ്പത്തിൽ രക്ഷപ്പെട്ട് അവൾ വലിയൊരു റോബോട്ടുമായിട്ട് ഇങ്ങോട്ടേക്ക് ഡെക്കിനെ അറ്റാക്ക് ചെയ്യാൻ വരികയാണ്. മാത്രമല്ല ഇപ്പൊ ടെസയുടെ ഷോൾഡറിൽ നമ്മുടെ ഡെക്കിന്റെ ആ ഒരു ഗണ്ണുണ്ടല്ലോ, അതായത് പ്രിഡേറ്റേഴ്സ് എപ്പോഴും യൂസ് ചെയ്യുന്ന ആ ഒരു ലേസർ ഗണ്ണ്, അത് അവളുടെ ഷോൾഡറിലുണ്ട്. അത് ഉപയോഗിച്ച് തന്നെ ഇപ്പൊ ഡെക്കിനെ അവൾ കൊല്ലാൻ നോക്കുക. എന്നാൽ ഇതേ നേരം ഡെക്കിന്റെ ഷോൾഡറിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്പ്രേ സ്നേക്ക്, ആ ഒരു ജീവിയുമായിട്ട് ഡെക്കിന് വല്ലാത്തൊരു ആത്മബന്ധം വന്നായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഡെക്കിന് നേരെ വരുന്ന ആ ഒരു വെടിയുണ്ടേ, അല്ലെങ്കിൽ ആ ഒരു ലേസർ ബീമിനെ തടുത്തത് ഇവര് സ്പ്രേ സ്നേക്ക് ആയിരുന്നു. അതിന്റെ മുന്നിലേക്ക് എടുത്തു ചാടിയിട്ട് അതുകൊണ്ട് തന്നെ സ്പ്രേ സ്നേക്ക് ചത്തുപോവാണ്. ഈ ഒരു കാര്യം ഡെക്കിനെ കൊണ്ട് താങ്ങാൻ പറ്റിയില്ല കേട്ടോ. കാരണം അവന്റെ ചേട്ടൻ അവന് വേണ്ടി എങ്ങനെയാണോ ചേട്ടന്റെ ജീവൻ കളഞ്ഞത്, അതുപോലെയാണ് സ്പ്രേ സ്നേക്ക് അതിന്റെ ജീവൻ ഡെക്കിന് വേണ്ടി കൊടുത്തത്. ഇതിൽ ദേഷ്യം സഹിക്കാനാവാതെ ഡെക്ക് ആ റോബോട്ടിന്റെ മേലേക്ക് ചാടി കയറുകയാണ്. അതൊരു ഇരുമ്പിന്റെ റോബോട്ട് ആയതുകൊണ്ട് തന്നെ അതിനെ തോൽപ്പിക്കുക എന്നുള്ളത് അത്ര നിസാരമായിരുന്നില്ല കേട്ടോ. ഇതേ നേരം തന്നെ തീയ പോയിട്ട് കെലിസ്കിനെ പൂട്ടിയിട്ടിരിക്കുന്ന ആ ഒരു കണ്ടെയ്നർ ഉണ്ടല്ലോ, അവിടെ ഉണ്ടായിരുന്ന ഗാർഡ്സിനെ എല്ലാം തോപ്പിച്ച് അവനെ പുറത്തേക്ക് ഇറക്കുകയാണ്. ഇതേ നേരം ഡെക്ക് ടെസ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു റോബോട്ടുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കറക്റ്റ്
കറക്റ്റ് ആ നേരത്താണ് അങ്ങോട്ടേക്ക് കലിസ്ക് വരുന്നത്. പിന്നെയുള്ള പോരാട്ടം ആ വലിയ റോബോട്ടും കലിസ്കും തമ്മിലായി. എന്നാൽ ആ റോബോട്ടിന്റെ കയ്യിൽ വലിയ ഡ്രില്ലിംഗ് മെഷീനൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കലിസ്കിന്റെ വയറ്റത്തേക്ക് കുത്തി കയറ്റുന്നുണ്ട്. എന്നാൽ കലിസ്കിന് അറിയാലോ റീജനറേറ്റീവ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് ആ മുറിവൊക്കെ പെട്ടെന്ന് തന്നെ ഉണങ്ങി പോവുകയാണ്. എന്നാൽ ഫൈറ്റിൽ ജയിക്കാൻ കലിസ്കിന് കഴിയുന്നില്ല. ഈ നേരത്താണ് ഡെക്ക് ഈ റോബോട്ടിന്റെ കൈകൾക്കിടയിലൊക്കെ കുറേയധികം വയറുകൾ ഉണ്ടാവുമല്ലോ, ഇതെല്ലാം വലിച്ചു പറിച്ച് കളയുന്നത്. സോ ടെസ്സയ്ക്ക് ഇപ്പോൾ ഈ റോബോട്ടിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഈ ഒരു അവസരം കലിസ്ക് ഉപയോഗിക്കുകയാണ്. ടെസ്സ ഇരിക്കുന്ന ആ ഒരു ക്യാബിൻ കടിച്ച് പറിച്ച് പൊളിച്ചു കളയുന്നുണ്ട്. ഇപ്പൊ ടെസ്സയ്ക്ക് ഏകദേശം മനസ്സിലായി അവളുടെ കാര്യത്തിൽ തീരുമാനമായിന്ന്. അതിനു മുന്നേ തന്നെ ആ ഒരു ഐസ് ഫ്രീസിംഗ് ബോൾ എടുത്ത് അത് പ്രയോഗിക്കാൻ നിൽക്കുമ്പോഴേക്കും ടെസ്സയെ കലിസ്ക് വന്ന് വിഴുങ്ങി കളയാണ്. സോ ഇനി പേടിക്കാനൊന്നുമില്ല. എന്തായാലും ശത്രുവിനെ കൊന്ന സ്ഥിതിക്ക് കലിസ്ക് നേരെ വരുന്നത് ബഡിന്റെ അടുത്തേക്കാണ്. തന്റെ മകനെ കുറെ നാളുകൾക്ക് ശേഷമാണ് കലിസ്ക് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ മുഖം കൊണ്ട് വളരെ സ്നേഹത്തോട് കൂടിയിട്ട് നമ്മുടെ ബഡിനെ തലോടുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡെക്കിന്റെ അടുത്തേക്കും വരികയാണ്. അതായത് കലിസ്ക് അവരുടെ ഫാമിലിയിൽ ഡെക്കിനെ ചേർത്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ തിയയും അവരൊരു ഫാമിലിയെ പോലെയായി. 4 പേരും സന്തോഷത്തിലാണ്. എന്നാൽ ആ സന്തോഷം അധികം നേരം നിലനിന്നില്ല കേട്ടോ. കലിസ്കിന്റെ ശരീരം പെട്ടെന്ന് തന്നെ ഫ്രീസ് ആവാൻ തുടങ്ങുകയാണ്. പിന്നീട് ഫ്രീസായ ആ ശരീരം പൊട്ടിച്ചെതറി കഷ്ണം കഷ്ണമായി പോവുകയാണ് കേട്ടോ. ഇത് ചെയ്തത് കലിസ്ക് വിഴുങ്ങിയ കലിസ്കിന്റെ വയറ്റിലുണ്ടായിരുന്ന ടെസ്സയായിരുന്നു. അവളുടെ കയ്യിൽ ആ ഒരു ഐസ് ഫ്രീസിംഗ് ബോൾ ഉണ്ടായിരുന്നല്ലോ, അത് അവൾ ഉപയോഗിച്ചതാണ്. 1 2 കഷ്ണൊക്കെ ആവുകയാണെങ്കിൽ മാത്രമേ കലിസ്കിന് റീജനറേറ്റീവ് കപ്പാസിറ്റിയിലൂടെ അതിന്റെ ശരീരത്തെ ഒന്നാക്കാൻ കഴിയുള്ളൂ. എന്നാൽ ഇതുപോലെ ചെന്നിച്ചെതിറിയത് കൊണ്ട് തന്നെ ആ ജീവി പൂർണ്ണമായിട്ട് നശിച്ചുപോയി. ഇനി അതിന് റീജനറേറ്റീവ് കപ്പാസിറ്റി ഇല്ല, അതിന് ജീവനോട് തിരിച്ചു വരാൻ കഴിയില്ല. ഇതേ നേരം തന്നെ ബഡ് തന്റെ അമ്മയുടെ ആ ഒരു ചിതറിക്കെടുക്കുന്ന ആ ഒരു അവശിഷ്ടങ്ങൾ ഉണ്ടല്ലോ, അതിങ്ങനെ ചേർത്ത് പിടിച്ച് തേങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ടെസ്സ ഇപ്പൊ തീയെ നോക്കിയിട്ട് പറയാണ്, ഇതിനെല്ലാത്തിനും കാരണക്കാരി നീയാണ്, നീ ഇനി വേണ്ടാന്ന് പറഞ്ഞിട്ട് ടെസ്സ തീയെ ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്ന അതേ നേരം ഡക്ക് അവന്റെ വാൾ ഉപയോഗിച്ചിട്ട് ഈ ടെസ്സയുടെ പിന്നിലേക്ക് ഒരൊറ്റ കയറ്റലാണ്. അതുകൊണ്ട് തന്നെ ടെസ്സയ്ക്ക് തീയെ കൊല്ലാൻ പറ്റിയില്ല. ഡക്ക് അവിടെ വെച്ച് തന്റെ സഹോദരിയായിട്ടുള്ള ടെസ്സയെ കൊല്ലുന്ന കണ്ടിട്ട് തീയക്ക് യാതൊരു വിഷമം തോന്നിയില്ല കേട്ടോ. കാരണം ടെസ്സ തീയുടെ സ്നേഹം അർഹിക്കുന്നില്ല. അവളുടെ മനസ്സ് വേറൊരു ലെവലാണ്. മനുഷ്യരെ പോലെ സ്വാർത്ഥമായിട്ടുള്ള മനസ്സാണ് ടെസ്സയ്ക്ക്. എന്തായാലും വെട്ടേറ്റ് നിൽക്കുന്ന ടെസ്സയുടെ തല തന്നെ ഇപ്പൊ നമ്മുടെ ബഡ് വന്നിട്ട് പറിച്ച് വലിച്ചെടുക്കുകയാണ്. ഇനിയിപ്പോ നമ്മുടെ ബഡിന് ആരുമില്ല. സോ അവന്റെ ഗാർഡിയനായിട്ട് ഡെക്കിനെ അവൻ കാണുകയാണ് കേട്ടോ. അങ്ങനെ കുറെ നാളുകൾ കഴിഞ്ഞു. ഇനി അവന്റെ സമയമാണ്, ഡെക്കിന്റെ സമയം, പ്രതികാരത്തിനുള്ള സമയം. സോ അവൻ തിരിച്ചു വരികയാണ് അവന്റെ സ്വന്തം പ്ലാനറ്റിലേക്ക്, യോഗ്ചാക്ലാനിലേക്ക്. അവിടെ വന്ന് ഇറങ്ങിയപാട് തന്നെ അവൻ നേരെ പോകുന്നത് അവന്റെ അച്ഛന്റെ അരികിലേക്കാണ്, അച്ഛനെ കൊല്ലാനായിട്ട്, പ്രതികാരം വീട്ടാനായിട്ട്. പക്ഷെ അതിനു മുന്നേ ഡെക്കിന് അച്ഛന്റെ 2 കാവൽ പോരാളികളെ തോൽപ്പിക്കേണ്ടി വരുന്നുണ്ട് കേട്ടാ. പക്ഷേ ആദ്യത്തെ ഡെക്കല്ല ഇപ്പോ. ഗെന്ന എന്ന ആ സർവൈവ് ചെയ്യാൻ പറ്റാത്ത പ്ലാനറ്റിൽ പോയിട്ട് ഇത്രയും കാലം പിടിച്ചു നിന്ന ഡെക്ക് ഏത് തരത്തിലുള്ള ഒരു പോരാളി ആയിട്ടുണ്ടാവും? ഇത് പഴയ ഡെക്കല്ല. ഇപ്പൊ നോർ എന്ന അവന്റെ അച്ഛൻ, അതായത് ഈ യോഗ്ചാക്ലാനിന്റെ രാജാവിന്റെ 2 പടനായകന്മാരെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഡെക്ക് കൊന്നുകളയാണ്. ഇത് കണ്ട് അവന്റെ തന്ത, അവന്റെ അച്ഛൻ നോറ് തന്നെ ഒന്ന് ഞെട്ടിപ്പോവാണ് കേട്ടോ. പിന്നീട് അവൻ തന്നെ വാളെടുത്ത് വരികയാണ്. പിന്നീട് ഡെക്കും നോറും കൂടെ ആ ലേസർ ബ്ലേഡ് ഉപയോഗിച്ച് ഭയങ്കരമായ പോരാട്ടം. ശരിക്കും ഡെക്കിന്റെ ആ ഒരു പോരാട്ടവും അവന്റെ ആ ഒരു വേഗതയും കണ്ട് നോറ് തന്നെ ഞെട്ടിപ്പോവാണ് കേട്ടോ. കാരണം ഇവരുടെ കൂട്ടത്തിലെ ഏറ്റവും ആരോഗ്യമില്ലാത്തവൻ, ഏറ്റവും പൊക്കം കുറഞ്ഞവൻ, കുള്ളൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയതാണ് ഡെക്കിനെ. ഒരു പരിധി കഴിഞ്ഞപ്പോൾ നോറിന് ഡെക്കിനോട് മുട്ടി നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അയാൾ ഇൻവിസിബിൾ പവർ ഉപയോഗിക്കുകയാണ്. അയാളുടെ ഒരു സ്വിച്ച് ഞെക്കിയപ്പോഴേക്കും അയാളെ പെട്ടെന്ന് കാണാതാവുന്നുണ്ട്. എന്നാൽ ഡെക്കിന് അതിന് മറ്റൊരു പ്രതിവിധി ഉണ്ടായിരുന്നു. ഇവൻ വേഗം അവന്റെ ഷിപ്പിന്റെ സ്വിച്ച് ഓൺ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ മാകെ പൊടിപടലം പടരുന്നുണ്ട് കേട്ടോ. സോ അതിൽ പെട്ടുകൊണ്ട് തന്നെ എവിടെയാണ് നോറ് നിൽക്കുന്നതെന്ന് വളരെ എളുപ്പത്തിൽ ഡെക്കിന് മനസ്സിലായി. ഒന്നും നോക്കിയില്ല, വെട്ടിയെടുക്കുകയാണ് അച്ഛന്റെ 2 കൈകളും. അവന്റെ മുന്നിൽ ഇപ്പൊ മുട്ടുകുത്തി നിൽക്കുകയാണ് കേട്ടോ, ജീവന് വേണ്ടി യാചിച്ചുകൊണ്ട് യോഗ്ചാക്ലാനിന്റെ രാജാവ്. ഇപ്പൊ യോഗ്ചാക്ലാനിന്റെ രാജാവായിട്ടുള്ള നോറ് പറയാണ്, നീ ഒരു ധീരനാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. ഇനി ഈ ഒരു ക്ലാൻ, ഈ ഒരു ഗോത്രം അത് നിനക്കുള്ളതാണ്. എന്നാൽ വളരെ പുച്ഛത്തോടു കൂടിയിട്ട് ഡെക്ക് പറയാണ്, എന്ത് ക്ലാൻ, ഏത് ഗോത്രം? എന്നെ പുച്ഛിച്ചു തള്ളിയ, എന്റെ ചേട്ടനെ കൊന്ന ഈ ഗോത്രത്തെ എനിക്ക് വേണ്ട. എനിക്ക് ഓൾറെഡി ഒരു കുടുംബമുണ്ട്, എനിക്ക് അവര് മതി എന്ന് പറയാണ്. പെട്ടെന്നാണ് പിന്നിൽ നിന്നും ഒരു സാധനം വന്നിട്ട് ഈ നോറിന്റെ തല കടിച്ചെടുക്കുന്നത്. അത് മറ്റാരുമല്ല, നമ്മുടെ ബെഡാണ്. നമ്മൾ അന്ന് ആ ഒരു ഗെന്ന പ്ലാനറ്റിൽ വെച്ച് കണ്ട ബെഡ് അല്ല അവനിപ്പോ വളർന്നു വലുതായി കലിസ്കിനെ പോലെ ഏകദേശം ആ രൂപത്തിലേക്ക് വന്നിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ തീയും ഡെക്കിന്റെ കൂടെ ഉണ്ട് കേട്ടോ. സോ ഇവര് 3 പേരും ഇപ്പൊ ഒരു ടീമാണ്, ഒരു പെർഫെക്റ്റ് ടീം. അങ്ങനെ ഇവര് 3 പേരെയും കണ്ട് അവിടെ ഉണ്ടായിരുന്ന യോഗ്യകളെല്ലാം ചെറിയൊരു അമ്പരപ്പിൽ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കാരണം ആരും പ്രതീക്ഷിച്ചില്ല ഡെക്ക് ഇങ്ങനെ ഒരു തിരിച്ചുവരവ് നടത്തുമെന്ന്. പക്ഷേ ഒരു അല്പനേരം കഴിഞ്ഞപ്പോൾ അവരുടെ എല്ലാവരുടെയും ശ്രദ്ധ, അതായത് യോഗ്യകളുടെ എല്ലാവരുടെയും ശ്രദ്ധ മറ്റൊരു ഭാഗത്തേക്ക് തിരികെയാണ്. നോക്കുമ്പോ എന്താ, വലിയൊരു ഷിപ്പും അതിന്റെ കൂടെ വേറെയും ചില ഷിപ്പുകൾ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട സമയത്ത് നമ്മുടെ തീയെ ചോദിക്കുകയാണ്, ഇനി ഇതെങ്ങാനും നിന്റെ ശത്രുക്കളാണോ അല്ലെങ്കിൽ നിന്റെ അച്ഛന്റെ കൂട്ടുകാരാണോ? ഇതാരാണെന്ന് ഡെക്കിനോട് ചോദിച്ചപ്പോൾ ഡെക്ക് പറയാണ്, അതെന്റെ അമ്മയും അമ്മയുടെ കൂട്ടുകാരികളുമാണ്. എല്ലാ പ്രിഡേറ്റർ വംശത്തിലെ ഒരു ലേഡി അല്ലെങ്കിൽ അങ്ങനെ ഒരാളെ കാണുമ്പോൾ എന്തിനാണ് ഇവന്മാർ ഇത്ര പേടിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അത് മനസ്സിലാവണമെങ്കിൽ ഇനി മറ്റൊരു സിനിമ വരേണ്ടി വരും. കാരണം ആ ഷിപ്പ് ഉയർന്നു വരുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ ഇവിടെ തീരുന്നത്. ഓക്കെ, എന്തായാലും സിനിമ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നിർബന്ധമായിട്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ചില
കണ്ടന്റുകൾ ഇടാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.